ഇന്ന് മോക്ക് വേണ്ടിയിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കുന്നതാണ്. ഇന്ന് ഞാനാണ് അച്ചാർ. ഇന്നോളെ അച്ഛനാണ് മോക്ക് അച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്നത്. കൊണ്ടുപോകാൻ ആദ്യം നമ്മൾ ബീഫ് വേവിച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ്, ഒരു ജലാംശം പോകാൻ വേണ്ടി. ഇതെണ്ണ വയ്ക്കുക. ഇത് നല്ലെണ്ണ. നമ്മൾ സാധാരണ വീട്ടിലാവശ്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. പക്ഷേ അച്ചാറാവുമ്പോൾ നമുക്കൊരു പഴയ കാലത്തെ ഒരു ധൈര്യം വരാത്തതുകൊണ്ട് പകുതി നല്ലെണ്ണയും പകുതി റൈസ് ബ്രാൻ ഓയിലും കൂടി ചേർത്തിട്ടാണ്. നമ്മൾ നേരത്തെ ബീഫ് മസാല ഇട്ട് വേവിച്ച് അത് എണ്ണമയം പോകാൻ വേണ്ടി ചെറുതായിട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി നുറുക്കിയത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഗ്രാമ്പൂ, പട്ട, അതിൻ്റെ കൂടെ പച്ചമുളക്, ഇത്രയും സാധനം നന്നായിട്ട് വറുത്ത് കൊടുക്കണം. ഇപ്പോൾ ഏതാണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫാക്കുക. തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികളിടുക. മുളക് പൊടി. ഇത് തീ ഓഫാക്കിയതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. നല്ല ചൂടുണ്ടാവും, പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അച്ചാർ പൊടി. നമ്മളൊരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ്. മറ്റു ഉലുവയും മറ്റേതൊക്കെ പൊടിച്ചെടുക്കണം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഇത് വാടി വരുമ്പോഴേക്കും തന്നെ നമ്മൾ അതിലേക്ക് സുർക്കി ഒഴിക്കാം. പറഞ്ഞാൽ വിനാഗിരി. പച്ചവെള്ളമല്ല, സുർക്കാണ്. ഇതൊന്നും നമ്മൾ തീ ചൂടാക്കിയിട്ടില്ല. നമ്മുടെ മറ്റേ ഇതായതുകൊണ്ട്, കാസ്റ്റ് അയൺ ആയതുകൊണ്ട് ചൂട് കുറേ നേരം നിൽക്കും. ഇത്രയും ആയി കഴിഞ്ഞാൽ ക്ലീനപ്പ് ഓക്കെ ആക്കിയാൽ മതിയാവും. അത് കട്ട് ഓഫായിക്കാം. ബീഫിൻ്റെ കഷ്ണം ഇടണം. ഇനി നമ്മളത് തിരിച്ച് ഓണാക്കാം. അപ്പോൾ തീ ഓണാക്കി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ബീഫുണ്ടല്ലോ അതിടുക. ഇനി ഇതിൽ ഉപ്പും മറ്റേതുമൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. തിളച്ച വെള്ളം ഇതിൻ്റെ കൂടെ ചേർക്കണമെങ്കിൽ ചേർക്കാം. കുറേ കാലം ഉപയോഗിക്കാനും പാർസൽ ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് ഉപയോഗിക്കുന്നതാണ്. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ തിളപ്പിച്ച് ഉള്ള വെള്ളം ഒഴിക്കും. ായിട്ട് ഏതാണ്ട് ഇതായിട്ടുണ്ട്. ഇതിലേക്ക് കായപ്പൊടി, പിന്നെ ഉലുവപ്പൊടിയാണ് വേണ്ടത്. ഉലുവയും ജീരകവും കൂടി ചേർത്ത് പൊടിച്ചത്, വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നല്ല സൗകര്യമാണ്. മോക്കിപ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ്.